നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഉയർന്നു കേട്ട ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റമ്പി? തോൽവിയുടെ കാരണങ്ങൾ അന്വേഷിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൃത്യമായ കാരണങ്ങൾ ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഭരണവിരുദ്ധ വികാരം കാര്യമായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നൊക്കെയാണ് പാർട്ടിയുടെ സമുന്നത നേതാക്കൾ അന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ശബരിമല കൊള്ളയും വേണ്ടത്ര ഏശിയില്ലത്രേ. എന്നാൽ പിന്നെ എങ്ങനെ തോറ്റു എന്ന അണികളുടെ ചോദ്യം. അതിന് താത്വികമായി മറുപടി പറയാൻ ശ്രമിച്ച ഗോവിന്ദനും അടപടലം തേഞ്ഞുട്ടി. സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു പൊങ്ങി എങ്കിലും മാധ്യമങ്ങൾക്ക് മുൻപിൽ പാർട്ടിയെല്ലാം നിഷേധിച്ചു. ഇപ്പോഴിതാ പാർട്ടിയിൽ വെടിപൂരമാണ്. ജില്ലാ കമ്മിറ്റികൾ യോഗം ചേരുമ്പോൾ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. എന്തുകൊണ്ട് തോറ്റു എന്നതിന് കൂടുതൽ വിശേഷണം വേണ്ട എന്ന് ജില്ലാ കമ്മിറ്റികൾ. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അക്ഷരാർത്ഥത്തിൽ CPM പാർട്ടിക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ച് സർക്കാർ തലത്തിലും ചില അന്വേഷണങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു പിണറായി വിജയൻ. വിശദമായി അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇന്റലിജൻസിനോടും ആവശ്യപ്പെട്ടു. ഒടുവിൽ LDF തോറ്റതിന് കാരണങ്ങൾ ഇന്റലിജൻസ് കണ്ടെത്തി. ഇത് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇന്റലിജൻസിന്റെ കണ്ടെത്തലുകളൊക്കെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ വലിച്ചെറിയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDFനെ സാധാരണ ജനങ്ങളിൽ നിന്ന് അകറ്റി എന്ന സത്യം സംസ്ഥാന ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടിൽ തുറന്നു പറയുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന A. പത്മകുമാറിനെയും N. വാസുവിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്ത നടപടി സാധാരണ ജനങ്ങളെ പ്രകോപിപ്പിച്ചു. അഴിമതിക്കാരെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്ന തോന്നൽ ഇത് ജനങ്ങൾക്കിടയിലുണ്ടാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി CPM സമരം നടത്തി ജനസമ്മതി നേടി. എങ്കിലും സമാന സംഭവത്തിൽ പ്രതിചേർക്കപ്പെട്ട വേടന് സംസ്ഥാന സർക്കാർ പുരസ്കാരം നൽകി അംഗീകരിച്ചു. ഇരട്ടത്താപ്പ് വ്യാപക ചർച്ചകൾക്കിടവരുത്തി എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട്. ഏറ്റവും സുപ്രധാനമായ ഒരു കണ്ടെത്തൽ ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട്. ADM K. നവീൻ ബാബുവിന്റെ മരണവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും. PP ദിവ്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മധ്യ തിരുവിതാംകൂറിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് എടുത്തു പറയുന്നു. വടക്കൻ മലബാറിലും വലിയ പ്രത്യാഘാതം ഇത് വരുത്തിവെച്ചു. നേരിട്ട് പിണറായി വിജയനെ വിമർശിക്കാത്ത റിപ്പോർട്ടാണ് ഇന്റലിജൻസ് കൈമാറിയിരിക്കുന്നത്. പൊതു നയപരിപാടികളുടെ പേരിൽ പാർട്ടി പരാജയപ്പെട്ടു എന്ന തോന്നൽ ഉളവാക്കും വിധമുള്ള ഒരു റിപ്പോർട്ട്. ഈ റിപ്പോർട്ടൊന്നും ഇപ്പോൾ ജില്ലാ കമ്മിറ്റികൾക്ക് മുൻപിൽ ചിലവാകുന്നില്ല. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് വലിയ പൊട്ടിത്തെറികൾ നമ്മൾ കണ്ടത്. പാർട്ടിയെ എടുത്തേറിലാക്കുന്ന കാഴ്ച. മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു കേട്ടത്. ആര്യയുടെ പല പ്രവർത്തനങ്ങളും ജനങ്ങളെ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരാക്കി. ശബരിമല വിവാദവും ഇടതുമുന്നണിക്കേറ്റ തിരിച്ചടി തന്നെ. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് രൂക്ഷമായ വിമർശനങ്ങൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ്. ഭരണസമിതിയുടെ തെറ്റായ ഭരണമാണ് ഇത്രയേറെ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് തിരുവനന്തപുരത്ത് അകറ്റിയത്. ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് പാർട്ടി നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തുറന്നടിച്ചു. പിണറായി വിജയന്റെ ഏകാധിപത്യ ശൈലിക്കെതിരെയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രൂക്ഷമായ വിമർശനങ്ങൾ ചെയ്തു. പാർട്ടിക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇപ്പോൾ ഭരണത്തിലില്ല. പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാരെ എത്തിക്കുന്നതിൽ വൻ പരാജയമാണ് പാർട്ടിക്ക് സംഭവിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് CPM നേരിട്ടത് എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ പോലും ആര്യ രാജേന്ദ്രൻ സജീവമായിരുന്നില്ല. ആര്യയെ മുൻനിർത്തി മത്സരത്തിനിറങ്ങിയാൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ടായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിനായി വെള്ളാപ്പള്ളി നടേശനൊപ്പം പിണറായി വിജയൻ കാറിലെത്തിയത് വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് തെറ്റില്ല, എന്നാൽ നടത്തേണ്ട രീതിയിലല്ല അവിടെ അത് സംഘടിപ്പിക്കപ്പെട്ടത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ പാർട്ടിക്കേറെ ദോഷം ചെയ്തു. ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്തിനാണ് യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിച്ചത് എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ചോദ്യം. എല്ലാം ഭരണത്തിന് വിട്ടുകൊടുത്ത് പാർട്ടി മാറി നിൽക്കുന്നുവെന്ന രൂക്ഷമായ വിമർശനമാണ് ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വച്ചത്. മുൻ മേയർ ആര്യ രാജേന്ദ്രനെ വിമർശിച്ച് മുൻ മേയർ കൂടിയായ VK പ്രശാന്ത് കളത്തിലിറങ്ങി. മേയർ എന്ന നിലയിലുള്ള ആര്യയുടെ പ്രവർത്തനം ഒട്ടും ശരിയായില്ല. മേയർ ജനകീയമായി പ്രവർത്തിക്കണമെന്നാണ് പ്രശാന്ത് പറഞ്ഞത്. എന്നാൽ തിരുവനന്തപുരത്തെ പാർട്ടിയുടെ തോൽവിക്ക് പിന്നിൽ വിഭാഗീയതയാണ് എന്നും ജില്ലയിൽ പാർട്ടിയിൽ വിഭാഗീയത രൂക്ഷമാണെന്നും SP ദീപക് പറയുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അതിരൂക്ഷ വിമർശനങ്ങളാണ് വെള്ളാപ്പള്ളിക്ക് നേരെ ഉയർത്തിയത്.
ഇതോടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് സ്വാധീനമുണ്ട് എന്ന പ്രചരണം BJP തൊടുത്തു കഴിഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത് വെള്ളാപ്പള്ളി നടേശനൊപ്പം എന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയിൽ ഇത്ര രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നത് എന്ന് BJP ചോദിക്കുന്നു. മുസ്ലിം ന്യൂനപക്ഷ വോട്ടു ചോരാനുള്ള പ്രധാന കാരണം നേതാക്കളുടെ വെള്ളാപ്പള്ളി സ്നേഹമെന്ന വിമർശനമാണ് തിരുവനന്തപുരത്ത് ഉയർന്നത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ CPMന്റെ സ്ഥാനാർത്ഥി നിർണയം അടപടലം പാളി എന്ന് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ചയാണ് സംഭവിച്ചത്. സ്ഥാനാർത്ഥി നിർണയം വൈകി എന്ന് മാത്രമല്ല, പലയിടത്തും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ തലപൊക്കി. ചുരുക്കത്തിൽ മേയറുടെ അഹങ്കാരം, കെടുകാര്യസ്ഥത, പാർട്ടിയോടുള്ള ജനങ്ങളുടെ വെറുപ്പ്, അതിലപ്പുറം ശബരിമല സ്വർണ്ണക്കൊള്ള, വെള്ളാപ്പള്ളി സ്നേഹം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഒത്തുചേർന്നപ്പോൾ പാർട്ടി തോറ്റമ്പി ഇന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തുറന്നടിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്ന ഈ രൂക്ഷ വിമർശനങ്ങൾ കേരളത്തിലെ മറ്റ് ജില്ലാ കമ്മിറ്റികളിലേക്കും പടർന്നു കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ മുന്നിൽ. പല സ്ഥലങ്ങളിലും പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ പൊട്ടിത്തെറിക്കുന്നു. ഈ പോക്ക് പോയാൽ നിയമസഭയിൽ കച്ചിയടിക്കില്ല എന്നതാണ് അണികളുടെ പൊതുവികാരം. ഏതെങ്കിലും വിധത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ CPM ഉന്നത നേതാക്കളുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി ഒരു കോർ കമ്മിറ്റി പിണറായി വിജയൻ വിളിച്ചു ചേർത്തു. കണ്ണൂരിൽ നിന്നുള്ള ചില നേതാക്കൾ KK ശൈലജയെ മുൻനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പാർട്ടി അടിമുടി മാറണമെന്ന അഭിപ്രായം ഉയർത്തുന്നു. KK ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാൽ ഈസിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടന്നുകൂടാം എന്നാണ് ഇവരുടെ വാദം. എന്നാൽ ശൈലജയ്ക്ക് പഴയ ഇമേജ് ഇല്ല എന്ന് ശൈലജയെ പ്രതികൂലിക്കുന്നവർ വാദിക്കുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച വോട്ട് കണക്ക് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടു. ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച പാർട്ടി കോൺഗ്രസ് 29.17%, CPMന് ലഭിച്ചത് 27.16%, BJPക്ക് ലഭിച്ചത് 14.76%. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ കോൺഗ്രസ് തന്നെ ഒന്നാമത്. 8 ജില്ലകളിൽ കോൺഗ്രസ് 30%-ന് മുകളിൽ വോട്ട് നേടി. മുന്നണി തിരിച്ചുള്ള കണക്കിൽ നേരത്തെ UDF തന്നെയായിരുന്നു മുന്നിൽ. 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അന്ന് BJP നേടിയത് 17.2% വോട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 20%-ലേക്ക് വളർന്നിരുന്നു. എന്നാൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ വെറും 14.76% മാത്രം. മുസ്ലിം ലീഗിന് ലഭിച്ചത് 9.77%, CPIക്ക് 5.58%, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് 1.62%, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1.33%. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് തന്നെയാണ് മുന്നിൽ, 34.52%. രണ്ടാമത് CPM 29.4%. തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചടക്കി എന്ന് പറയുമ്പോഴും വോട്ടുവിഹിതത്തിൽ BJP 3-ാം സ്ഥാനത്ത് 23.08%. എന്നാൽ പാലക്കാട് ജില്ലയിൽ CPM തന്നെ മുന്നിൽ 33.93%. കണ്ണൂരിൽ 27.11% കോൺഗ്രസിന് ലഭിച്ച വോട്ട്. 38.82% CPM നേടി. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് ഇടുക്കി മണ്ഡലത്തിൽ 38.6%. 2ഉം 3ഉം സ്ഥാനങ്ങളിൽ എറണാകുളവും പത്തനംതിട്ടയുമാണ്. കോൺഗ്രസിന് ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിൽ, കാരണം അവിടെ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് കൊടുത്തത്. മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിന്റെ ഉജ്ജ്വല തിരിച്ചുവരവാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുതന്നെയാണ് CPM പാർട്ടി അണികളുടെ മുഖ്യ ആശങ്കയും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഒന്ന് കടന്നുകൂടും, അതത്ര എളുപ്പമല്ല എന്ന് പാർട്ടി അണികൾ തിരിച്ചറിയുന്നു. അതിൻ്റെ നേർക്കാഴ്ചകളാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിലെ ഈ പൊട്ടിത്തെറികൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.